അതെ 10 ചട്ടി വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ. നമസ്കാരം. കോൺട്രാക്ടർ അല്ലേ ബാലു? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ചേട്ടാ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ എന്താ വിളിച്ചിരിക്കുകയാണോ? ഏയ് ഞാൻ ഈ പലകയ്ക്ക് എന്തോ കേട്ടണമെന്ന് കേട്ടപ്പോ എന്താണെന്ന് നോക്കായിരുന്നു. എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ. ഓ സംഭാവന. 100 രൂപയോ? ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്നത് 1000 രൂപയാണ്. അയ്യോ, കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാണ് ഞാൻ. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ രാഷ്ട്രീയത്തിലൊരു വലിയ മാറ്റം നടക്കാൻ പോവാണ്. ഞങ്ങളോട് കേറിയ പിന്നെ പറയണ്ടല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മോളേക്ക് ആവശ്യം വരില്ലേ? ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ. പിന്നെ അതിന് 10 രൂപ മുള ഞങ്ങൾ കൊണ്ടുപോകും. കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്. അയ്യോ, അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല തട്ടടിക്കുന്ന ടൈമായി. എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല. തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ച. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങൾ പറ്റും. എന്നാ വരും, വന്നാട്ടെ. 100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുവാരം എന്റെ അടുത്തേക്ക് അയക്കരുതെന്ന്. അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു. ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ? അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവന് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊട്ടെ സമ്മേളന സ്ഥലത്ത് കൊടി നാട്ടാൻ മുള നിന്റെ അപ്പൂപ്പിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല. എന്നാ പിന്നെ തരാൻ പറ്റില്ല എന്ന് ചേട്ടന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? നയം വേണം. രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത്. ഗുരുനാഥന്റെ മകനായി പോയില്ലേ? അല്ലെങ്കിൽ നിന്നെപ്പോലൊരു മരമണ്ടനെ 1 മണിക്കൂർ നേരെ എന്റെ ഐസ്പിൻ അടി ഞാൻ നിർത്തുകയില്ല. കോൺട്രാക്ടർ അല്ലേ? അതെ. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സിലായില്ല. അല്ല, ടൗണിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു. നല്ല ഒന്നാന്തരം വീടുണ്ട്. വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അഡ്വാൻസ് 10,000 രൂപ തന്നെ കൊടുക്കണം. പിന്നെ എന്താ, അല്ലറ ചില്ലറ പ്രേതശല്യം ഉണ്ടെന്ന് മാത്രം. ആത്മധൈര്യമുള്ളവർക്ക് എന്ത് പ്രേതം? ധൈര്യത്തിന് കുറവൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം. എന്താ ചേട്ടാ അത്? ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ശരിയാവൂല. എന്താ ചേട്ടന് മനസാക്ഷിയില്ലേ? ഒരു ആക്സിഡന്റ് കണ്ട വഴി മാറി പോണോ വേണ്ടത്? അതെ, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. നമ്മുടെ ബന്ധുക്കളൊന്നുമില്ലല്ലോ. മനുഷ്യവർഗത്തിൽ അയാളാണോ? എങ്കിൽ അയാൾ നമ്മുടെ ബന്ധുവാണ്. ബാലു, ഇക്കാലത്ത് കഴിയുന്നതും പുരുവാലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ശരിയായിരിക്കാം. പക്ഷെ ചേട്ടനാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒടിഞ്ഞ് കുടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ. ഇനി മേലാൽ നിന്നെ ഞാൻ എന്റെ ബൈക്കിൽ കയറ്റിയല്ല. എന്താ പ്ലാൻ അടിച്ചിട്ടാ വണ്ടി നിർത്താതെ പോയി. എവനുണ്ടെന്ന് തോന്നുന്നു. എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ? പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും. ഒരു വണ്ടി വിളിച്ചേ. നീ ബൈക്ക് കൊടുത്ത നേരെ ആശുപത്രിയിലോട്ട് വന്നാൽ മതി. വണ്ടി വിട്. ആക്സിഡന്റ് പറ്റിയ ആളുടെ കൂടെ വന്നതാരാ? ഞങ്ങൾ എല്ലാരും കൂടെ. ബാക്കിയുള്ളവർക്ക് ഇവിടെ പോയി. ഇത്രയും മരുന്ന് ഉടനെ വേണം. ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 2-3 കുപ്പി ബ്ലഡ് ഏർപ്പാട് ചെയ്യണം. അതിന് അയാൾ എന്റെ ആരുമല്ല. എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ മനുഷ്യത്തോർത്ത് ഞാൻ. എന്തായാലും മരുന്ന് വാങ്ങിക്കേണ്ടതല്ലേ? ബാക്കി കാര്യമൊക്കെ പോലീസോട് പറഞ്ഞാൽ മതി. പോലീസ് വരൂ? പിന്നെ ആക്സിഡന്റ് കേസല്ലേ? ഞങ്ങൾ ഫോൺ ചെയ്ത് കഴിഞ്ഞു. അവരിപ്പോ എത്തും. ആ പൈസ എടുത്തേ, ഞാൻ മരുന്ന് വെച്ചോണ്ടിരാം. ജേഴ്സിയാ? അതെ സാർ, ജേഴ്സി തന്നെ. അതോ നാടനോ? നാടനാന്നാ തോന്നുന്നത്. ഇത് ജേഴ്സി തന്നെയാ. കറക്റ്റാ. 2 നേരം കൂടെ 12 ലിറ്റർ പാല് കിട്ടും. ആഹാ. വാ.
സുമാരമുള്ള സ്വാമി, സാർ, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? ആ ആക്സിഡന്റ് കേസ് ഓഹോ, കാഷ്വാലിറ്റി എവിടെയാ? ഇതാ അവിടെ. ബോധം വന്നോ? ആർക്കാണ് സാർ? തനിക്ക് ബോധം വന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആക്സിഡന്റ് പറ്റിയവന്. അറിയില്ല സാർ, ഡോക്ടർമാരൊക്കെ അകത്തുണ്ട്. തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ? അയ്യോ അല്ല, ചോര ഒലിപ്പിച്ച് വഴി കിടക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ കുറെ പേരോടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ. തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്? എന്ത് പറഞ്ഞില്ലേ? ഒന്നുമില്ലല്ലോ. അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ, ഒരുപാട് പണിയുണ്ട്. താൻ അവിടെ നിൽക്കേ, ഞാൻ പറഞ്ഞിട്ട് പോവാം. ഓ, ഒരു സിഗരറ്റ് ഉണ്ടോ എടുക്കാൻ? ഞാൻ വലിക്കില്ല. പിന്നെ ഈ കേസിനെ കുറിച്ച് ഒന്ന് പേടിക്കുന്നു വേണ്ട. FIR എഴുതാൻ ഞാൻ തന്നെ. കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ആ FIR അടിസ്ഥാനത്തില്. അതുകൊണ്ട് എന്നെയൊക്കെ വേണ്ടതുപോലെയൊക്കെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കുറ്റം മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് ബോധം വന്നുകൊണ്ട് താൻ ഇപ്പൊ രക്ഷപ്പെട്ടു. സുമാരമുള്ള സ്വാമി, സാർ? ഒരു നീല വാനാണ് അത്ര ഇടിച്ചത്. പിന്നെ ആവശ്യം വരുമ്പോ തന്നെ ഞാൻ വിളിപ്പിച്ചോളാം. അഡ്രസ് കൊടുത്തിട്ട് പോയാൽ മതി. ഓ, ചേട്ടൻ നല്ല ആളാ. ഇങ്ങോട്ടാണ് വരുന്നെങ്കിൽ അത് പറയണ്ടേ. ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ പറഞ്ഞു KVM-ലാവുമെന്ന്. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. ഏതായാലും കണ്ടല്ലോ, സമാധാനായി. നീ ആ താക്കോലും കിട്ടുന്ന ആക്സിഡന്റും ആൾക്കൂട്ടം കണ്ടപ്പോ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ശരിയാവൂല്ല എന്നും പറഞ്ഞു വണ്ടി തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ഞാനാ. നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞ് കാല് പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മനസ്സലിഞ്ഞു പോയി. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിച്ചില്ല. എന്തായി? കയ്യിലെ കാശും പോയി, കേസിൽ പെട്ടു. എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കെട്ട കോവർ കഴുത. അച്ഛാ, മോളെ സൂക്ഷിച്ചു വേണേ. ഇതിപ്പോ 12ാമത്തോടാ ഈ മാസം മാറുന്നത്. തടഞ്ഞു വെച്ച പെൻഷൻ കാശൊന്നും കിട്ടട്ടെ, നമുക്ക് ഈ മുൻഭാഗം വാർത്തകളെ. വേണ്ട അച്ഛാ, പുരാന സ്റ്റൈലി അച്ഛാ ഹൈ. ഓൾഡ് ഈസ് ഗോൾഡ് कहते हैं ना? वो तो ठीक बात है. നല്ല കാലം വന്നല്ലോ മേനോൻ സാറേ. എന്താ നല്ല ഒന്നാം തരം തറവാട്ടുകാരൻ, മര്യാദക്കാരൻ, പണക്കാരൻ, പ്രേതത്തിന് നല്ല ദൈവത്തെ തന്നെ പേടില്ലാത്തൊരു സൈസ്. അങ്ങനത്തെ ഒരു വാടകക്കാരനെ കിട്ടാൻ ഏത് ഹൗസ് ഓണറും ഒന്ന് കൊതിക്കും ഇല്ലേ? കൊതിക്കൂലേ? അത് ശരിയാ. ഇന്ന് ഇപ്പൊ നിങ്ങൾ അങ്ങനെ കൊതിക്കണ്ട, ആളെത്തിക്കഴിഞ്ഞു. അതാ നോക്കിയാട്ടെ. കോൺട്രാക്ടറാ. നമ്മളെ പഞ്ചായത്തിന്റെ ഹാളും സ്റ്റേജൊക്കെ ഉണ്ടാക്കുന്നില്ലേ? നമ്മൾ ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഈ മൂപ്പർക്കാണ് അതിന്റെ കരാറ്. ആ പണി ചെയ്യാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വിവരം അറിഞ്ഞ ഉടനെ ഞാൻ പോയി കൊത്തി ആള് വീണു. ഒന്ന് അഡ്വാൻസ് മേടിച്ചാട്ടെ. കുടുംബം വന്നിട്ടില്ലേ? കുടുംബോ? ഇല്ലാത്ത കുടുംബം ആൾ എവിടുന്ന് കൊണ്ടുവരാനാ? മൂപ്പർ ബാച്ചിലറാ. ഓ, മെയിന്റനൻസ് ഒക്കെ ഉടമസ്ഥൻ ചെയ്യുമോ അതോ വാടകക്കാരൻ ചെയ്യണോ? ആര് ചെയ്താലും കണക്ക് വെച്ചാൽ മതിയല്ലോ മിസ്റ്റർ ഹരീന്ദ്രൻ. ഞാൻ ശേഖര മേനോൻ, ഇൻകം ടാക്സിലായിരുന്നു. ഓ, മനസ്സിലായി. അങ്ങനെ സമ്പാദിച്ചതാവും വസ്തുവകകളൊക്കെ. അങ്ങനെ സമ്പാദിച്ചൊന്നുമല്ല. അതെ, മാനാഭിമാനവും അന്തസ്സും മാന്യതയാണ് മേനോൻ സാറിന്റെ ആകെ സമ്പാദ്യം. പിന്നെ സ്ഫടികപാത്രം പോലെ കലർപ്പില്ലാത്ത 3 കുട്ടികളും. കുട്ടികൾ ഒച്ചയും ബഹളം ഉണ്ടാക്കി വാടകക്കാരന്റെ സ്വര്യം കെടുത്താൻ പാടില്ല. ഒച്ചിമ്പാൾ ഉണ്ടാക്കാൻ അവർ നഴ്സറി കുട്ടികളൊന്നല്ലേ? പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞാൻ ആളുകളായിട്ട് അധികം മിങ്കിൾ ചെയ്യാറില്ല. എന്റെ അടുത്ത് മറ്റുള്ളവരും അങ്ങനെ ആയാൽ വളരെ നല്ലത്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം സിന്ദാബാദെന്ന് അർത്ഥം. അങ്ങനത്തെ ഒരാളെ തന്നെ മേനോൻ സാർ അന്വേഷിക്കുന്നത്. എന്നാ പിന്നെ അഡ്വാൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നല്ലോ ചെയ്തോ. അല്ല, വാടക ചീട്ട് ഒപ്പിടാതെ എന്താണ് സാർ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ഒരു പരസ്പര വിശ്വാസത്തിന് പുറത്ത് നിന്നല്ലാതെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അതല്ല ബ്രോക്കറെ, നമ്മുടെ കാര്യം. ബ്രോക്കറല്ല, മാഷ്, കുഞ്ഞാലിക്കുട്ടി മാഷ്. നിങ്ങൾ അഡ്വാൻസ് കണ്ടു കൊടുക്കും. ഇതാ എന്നും കൂടി നോക്കില്ല. ഇതാണ് വിശ്വാസം. നിങ്ങളെ താമസിയാതെ പെട്ടി കറിയൊക്കെ എടുത്ത് അത് കയറിക്കൊള്ളി. ആ കോൺട്രാക്ടർ ഭക്ഷണം വെച്ചിട്ടുണ്ടാവുമോ ആവോ? പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും. സമയാസമയത്ത് കല്യാണം കഴിക്കാഞ്ഞ ഇത്തരം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് അയാളല്ലേ തീരുമാനിക്കണ്ടേ. വലിയ വലിയ ആൾക്കാർ പലരും കല്യാണം കഴിക്കാറില്ല. അവർക്ക് അതായിരിക്കും ഇഷ്ടം. ഇയാൾ അത്ര വലിയ ആളൊന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, പ്രീതി. അവളുടെ അച്ഛന് കോൺട്രാക്ടറാ. എത്ര കാറാന്നറിയോ അവർക്ക്? അത് ശരി. കാറുകളുടെ എണ്ണം നോക്കിയാ ഒരാളുടെ വലിപ്പ ചെറുപ്പം തീരുമാനിക്കുന്നത്. എന്റെ നോട്ടത്തിൽ ഇയാൾ തികഞ്ഞൊരു മാന്യനാ, സത്യസന്ധൻ. അങ്ങനെയുള്ളവർക്ക് അധികം കാശൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല.
പിന്നെ ഇയാളൊരു സാധാ PWD കോൺട്രാക്ടർ അല്ലേ മോളെ? വേറെ ബന്ധുക്കളൊന്നും ഇല്ലേക്ക്? പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ചൂഴിഞ്ഞങ്ങ് ചോദിക്കാൻ പറ്റുമോ? അനിയനും അനിയത്തി എറണാകുളത്തുണ്ടെന്നാ കുഞ്ഞാലിക്കുട്ടി മാഷ പറഞ്ഞത്. അവർക്ക് കുടുംബവും ഉദ്യോഗമൊക്കെ ഉണ്ട്. തറവാട്ടിലിപ്പോ മൂത്ത സഹോദരി ഭർത്താവ് താമസം. അവരുമായിട്ട് മൂപ്പര് അത്ര സുഖത്തിലല്ല. പെരുമാറ്റം കണ്ടിട്ട് ആരുമായി അത്ര സുഖത്തിലാവാൻ വഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടാൽ അറിഞ്ഞൂടെ അച്ഛാ, ആവശ്യമില്ലാത്തൊരു ഗൗരവം, എല്ലാം അറിയാന്ന ഭാവവും. അപ്പോഴേ അവിടെ ലൈറ്റ് കത്തുന്നില്ല. ലൈറ്റ് കറണ്ട് ഉണ്ടല്ലോ. അത് ഇവിടെ എനിക്ക് ഒരുപാട് കണക്കൊക്കെ തീർക്കാനുള്ളതാ. അല്ല, ഈ ലൈൻ രണ്ടോന്നാ. ഇനിയിപ്പോ അവിടെ മെയിനോ മറ്റോ ഓഫാണോ? ഞാൻ പോയി നോക്കിട്ട് വരേ. അച്ഛൻ കഴിച്ചോളൂ, ഞാൻ പോയി നോക്കിട്ട് വരാം. കഴിഞ്ഞിട്ടാണ്. വരൂ. ഫ്യൂസ് പോയതാന്നാ തോന്നുന്നേ. ഈ ടോർച്ചൊന്നടിച്ചേ. ഇവിടെ പ്രേതശല്യം ഉണ്ടെന്നൊക്കെ ആ ബ്രോക്കർ വെറുതെ പറഞ്ഞാണല്ലേ? വെറുതെ ഒന്നുമല്ല, മാഷ് നേരിട്ട് കണ്ടു അത്രേ. അത് വല്ല നിഴലോ മറ്റോ കൊണ്ട് പേടിച്ചതാവും. പിന്നെ 20-ാം നൂറ്റാണ്ടിലെ പ്രേതം. നൂറ്റാണ്ടിന്റെ കണക്ക് നോക്കിയിട്ടൊന്നുമല്ല പ്രേതം വരിക. ഇന്നൊരാത്മാവ് പ്രേതമായി മാറിയാൽ ആ പ്രേതം പ്രപഞ്ചം അവസാനിക്കുന്നവരെ ജീവിക്കും. ടോർച്ച് ഇങ്ങോട്ട്. വാസ്തവത്തില് മനസ്സിന് ധൈര്യമില്ലാത്തതൊക്കെ ഇതിനകത്ത് തോന്നുന്നു. എങ്ങനെയൊക്കെ? എന്തെങ്കിലും കണ്ട ഉടനെ പ്രേതാണെന്നും പിശാചാണെന്നും ഒക്കെ. കുറച്ച് പേടിയുണ്ടല്ലേ? എനിക്കോ? ഏയ്. പിന്നെന്തിനാ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ? എന്താ മോളെ, ലൂസ് കണക്ഷൻ ആയിരുന്നോ? ഇല്ലച്ചാ, ഫ്യൂസ് പോയതാ. അത് ശരി. इस आदमी को इसके बारे में कुछ भी नहीं मालूम. दुनिया में सारा लोग तुम्हारा जैसा है. चल चल खाना खा लो, टाइम हो ठीक गया. है, अभी जल्दी आए ना. हाँ जरूर, अभी आऊं. കോൺട്രാക്ട് ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാണ്. ഭയങ്കര ഉഷ്ണമേ, മഴയുടെ ലക്ഷണമാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് കണക്ക് എഴുതാനുണ്ട്. ഗുഡ് നൈറ്റ്.